ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രധാനമായിട്ടും ചോദിച്ചു വരുന്ന ഒരു ഗ്രാമർ പോർഷനാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള PSCയുടെ തന്നെ പല എക്സാംസിനായിട്ട് ചോദിച്ചിട്ടുള്ള PYQസും അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ റൂൾസ് എല്ലാം പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഷീ ഈസ് ഡാഷ് ഓണസ്റ്റ് വിമൻ. അവിടെ നമ്മൾ ഓപ്ഷനായിട്ട് എ ഉണ്ട്, ആൻഡ്, ദ, നോ ആർട്ടിക്കിൾ. ഓണസ്റ്റ് എന്ന് പറയുന്ന വേർഡിന് മുന്നേ നമ്മൾ ഏത് ആർട്ടിക്കിൾ ചേർക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും പറയാണ്, നമ്മൾ ഒരു വാക്കിന് മുന്നെയാണ് നമ്മൾ പറഞ്ഞു അതിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിക്കിൾ ചേർക്കുന്നത് തന്നെ. അപ്പോൾ ആ വേർഡ് തുടങ്ങുന്നത് കൺസോണൻറ്റിലാണോ വവ്വലിലാണോ നമ്മൾ നോക്കും. നമ്മൾ അപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സൗണ്ടാണ്. വവ്വൽ സൗണ്ട് ആൻഡ് കൺസോണൻറ്റ് സൗണ്ട്. ചില കൺസോണൻസ് ഉണ്ട്, നമ്മളത് പ്രൊനൗൺസ് ചെയ്യുമ്പോഴത്തേക്കും വവ്വൽ സൗണ്ട് വരും. വവൽ സൗണ്ടാണ് വരുന്നതെങ്കിൽ ആൻ ആണ് ചേർക്കേണ്ടത്, അതല്ലെങ്കിൽ എ ആണ് ചേർക്കേണ്ടത്. അപ്പോൾ അവൾ ഒരു ഓണസ്റ്റ് വിമൻ ആണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ആണെന്ന് നമുക്ക് മനസ്സിലായി. ആ ഒന്നെന്ന മീനിങ് വരേണ്ടത് എ ആണോ ആൻ ആണോ? ഷീ ഈസ് ആൻ ഓണസ്റ്റ് വിമൻ. ചിലർ സൗണ്ട് ശ്രദ്ധിക്കാതെ എച്ച് കണ്ടതുകൊണ്ട് മാത്രം എന്ത് ചേർക്കാറുണ്ട്? എ ചേർക്കാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇവിടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ആൻ ആണ്. ആൻ. ഷീ ഈസ് ആൻ. സോ ഇവിടെ നമ്മൾ കോൺസെപ്റ്റ് എന്താണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എം ആനും നമ്മൾ പറഞ്ഞു സൗണ്ട് ഓഫ് ദ വേർഡ്, ഫസ്റ്റ് ലെറ്ററിൽ വരുന്ന സൗണ്ടാണ് നമ്മളിവിടെ ഓർക്കേണ്ടത്, ഒരിക്കലും സ്പെല്ലിംഗ് അല്ല. അപ്പോൾ ഓണസ്റ്റ് എന്ന് പറയുന്ന വേർഡ് തുടങ്ങുന്നത് എച്ച് എന്ന് പറയുന്ന കൺസോണന്റ് ലെറ്ററിലാണെങ്കിലും ആ എച്ച് കംപ്ലീറ്റ്ലി സൈലൻ്റ് ആണ്. അവിടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഓണസ്റ്റ് എന്നാണ്. ഓ എന്ന് പറയുന്ന നമ്മുടെ വൊവൽ സൗണ്ടാണ് അവിടെ വരുന്നത്, അതുകൊണ്ട് അവിടെ ആൻ. അപ്പോൾ അതുപോലത്തെ വരുന്ന കുറച്ച് വാക്കുകളാണ് നോക്കുക. ആൻ അവർ, ആൻ എയർ, ആൻ ഓണർ, ആൻ ഓണസ്റ്റ് എംപ്ലോയി. ഇവിടെ നോക്കി വയ്ക്കുക, നമ്മുടെ എക്സാമിന് കൂടുതലായിട്ട് ചോദിച്ചിട്ടുള്ള വേർഡ്സാണ് ആൻ അവർ, ആൻ എയർ, ആൻ ഓണർ, ആൻ ഓണസ്റ്റ് എംപ്ലോയി. ഇത് ഇത്രയും ഈ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഹീസ് ഡാഷ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്. ഇവിടെ നമ്മുടെ മീനിങ് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, അവനൊരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണ്. സോ അവിടെ വരേണ്ട ആർട്ടിക്കിൾ ഏതാണ്? എ ആണോ, ആൻ ആണോ, ദ ആണോ? അതവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യം ഇല്ലേ? ശരിക്കും അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നോ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ വേണ്ട, നോക്കേണ്ട കാര്യമില്ല. ഇവിടെ അവൻ ഒരു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് എ ആണോ ആൻ ആണോ എന്നത് മാത്രമാണ് നമ്മുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഇവിടെ നമ്മൾ എ ആണ് ചേർക്കുന്നത്. ഇവിടുത്തെ എന്താണ്? ഹീ ഈസ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് എന്നാണ് പറയുന്നത്. നമുക്കപ്പോൾ തോന്നുന്നു ആ യു എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി, AEIOU എല്ലാം വവൽ സൗണ്ട് തന്നെ അല്ലേ? എന്നിട്ട് എന്തുകൊണ്ട് അവിടെ ആർട്ടിക്കിൾ എ ചേർക്കുന്നു എന്ന് വെച്ചാൽ ആ സൗണ്ട് നോക്കൂ. യു എന്ന് പറയുന്ന സൗണ്ട് നമ്മളിവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത് യൂണിവേഴ്സിറ്റി എന്നാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഫോണ്ടിക്കലി നമ്മൾ പ്രൊനൗൺസ് ചെയ്തത് ഒരു സെമി വവലായിട്ടാണ്. അത് യൂണിവേഴ്സിറ്റി, യു എന്ന് പറയുന്നതിൽ ആണ് നമ്മളവിടെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അല്ലാതെ ശരിക്കുള്ള യുവിൻ്റെ പ്രൊനൗൺസിയേഷൻ അല്ല നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ എ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമുക്ക് മുന്നേ ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സാണ് നമുക്ക് നോക്കാം. എ യൂണിഫോം, എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി, എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂസ്ഫുൾ ബുക്ക്. ഒരിക്കൽ കൂടെ പറയാം. എ യൂണിഫോം, എ യുണീക്ക് ഓപ്പർച്യൂണിറ്റി, എ യൂണിയൻ, എ യൂറോപ്യൻ, എ യൂസ്ഫുൾ ബുക്ക്. യു എന്ന പ്രൊനൗൺസിയേഷനാണ് ആ വേർഡിൽ വരുന്നതെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ചേർക്കേണ്ടത് എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. മൂന്നാമത്തെ ചോദ്യം, ഹീസ് ഡാഷ് MLA റെപ്രസെൻറ്റിംഗ് ട്രിവാൻഡ്രം. ഈ MLA എന്ന് പറയുന്ന വാക്ക് അവിടെ ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇതെല്ലാം അബ്രീവിയേഷൻസ് ആണ്. എന്താണ് അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ടേമിന് നമ്മൾ ചുരുക്കി അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്ത് പറയുന്നതാണ് MLA. നമുക്കറിയാം മാസ്റ്റർ ഓഫ് ആർട്സ് ആണ് MA, ബാച്ചിലർ ഓഫ് ആർട്സ് ആണ് BA. അങ്ങനെ നമ്മൾ വലിയ MBBS എന്ന് പറയുന്നതിനും ഫുൾ ഫോം വേറെ ഉണ്ട്. അങ്ങനെ എല്ലാത്തിൻ്റെയും ഫുൾ ഫോം മാറ്റിയിട്ട് ആ ഫുൾ ഫോമിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എടുത്ത് നമ്മൾ ഉണ്ടാക്കുന്ന അബ്രീവിയേഷൻ, ചുരുക്കരൂപമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചുരുക്കരൂപമാണ് MLA എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ MLA പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ഏതാണ് നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ എന്ന് നോക്കുക. MLA, എ എന്ന് പ്രൊനൗൺസിയേഷനിലാണ് തുടങ്ങുന്നത്. എം എന്ന് നമ്മൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ വരേണ്ടത് നമ്മൾ പറഞ്ഞു എ വവൽ സൗണ്ട് ആണെങ്കിൽ എന്ത് ചേർക്കണം? ആൻ ചേർക്കണം. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ആൻ. യെസ്. അബ്രീവിയേഷൻസോ അല്ലെങ്കിൽ ആക്രോണിംസോ ചുരുക്ക പേരുകളോ ഒക്കെ ആണെങ്കിൽ കൺസോണന്റ് ലെറ്ററിൽ തുടങ്ങുന്നതെങ്കിലും എല്ലാത്തിലും അല്ല കേട്ടോ. അപ്പോഴത്തേക്കും ഇപ്പോൾ BA എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ BA എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്, അവിടെ ആവശ്യമില്ല. അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു ഇനിഷ്യൽ വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ ആൻ വേണം. ഇപ്പം നമ്മൾ MLA എന്ന് പറയുന്നത്
നമ്മൾ വായിക്കുന്നത് MLA എന്നാണ്. ആ പ്രൊനൗൺസിയേഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളവിടെ എ യൂസ് ചെയ്യാൻ പാടില്ല, ആൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ചോദിച്ചിട്ടുള്ള കുറച്ച് വേർഡ്സാണ്. നോക്കൂ, ആൻ MB, ആൻ IAS ഓഫീസർ, ആൻ IPS ഓഫീസർ, ആൻ FIR, ആൻ NGO, ആൻ SBI അക്കൗണ്ട്. അപ്പോൾ ഇതിൽ PhD നോക്കുമ്പോൾ പി തന്നെയാണ്. നമ്മൾ നേരത്തെ BA പറഞ്ഞതുപോലെ പിയിൽ അവിടെ എന്തൊന്നുമില്ല, ഒരു വവൽ സൗണ്ട് വരുന്നില്ല. അപ്പോൾ അവിടെ PhD അല്ലാതെ എല്ലാ അബ്രീവിയേഷനും മുന്നിൽ എന്താണെന്ന് പഠിക്കരുത്, ആൻ ആണെന്ന് പഠിക്കരുത്. ആ അബ്രീവിയേഷൻ്റെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ വരുന്ന സൗണ്ട് എന്താവണം, വവൽ സൗണ്ട് ആണെങ്കിൽ മാത്രമേ ആൻ വരുള്ളൂ. അതിനാണ് നോക്കൂ PhD. ഇതൊക്കെ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അബ്രീവിയേഷൻ കാണുമ്പോഴൊക്കെ ഒരു ആൻ കൊടുക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ കൊടുക്കരുത്. PhD ആണ്, CA ആണ്. അപ്പോൾ അത് കൺസണൻറ്റ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചേർക്കുന്നു. മറ്റത്തിനൊക്കെ എന്തായിരുന്നു, വവൽ സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്, ആൻ ചേർക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കാശ്മീർ ഈസ് ഡാഷ് സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. നമ്മളിങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ഇപ്പോൾ കാളിദാസൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഷേക്സ്പിയറാണ്, നമ്മുടെ ഇന്ത്യൻ ഷേക്സ്പിയറാണ് കാളിദാസൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരിക്കും നമ്മൾ നമ്മുടെ ഒരു വ്യക്തിയുടെ പേര് പറയുമ്പോഴത്തേക്കും അതിന് മുന്നിൽ എന്ത് ചേർക്കാറില്ല, ആർട്ടിക്കിൾ ചേർക്കാറില്ല. സ്ഥലങ്ങളുടെ മുന്നിൽ ആർട്ടിക്കിൾ ചേർക്കാറില്ല. രാജ്യങ്ങളുടെ മുന്നിൽ എന്ത് ചെയ്യാൻ ചേർക്കാറില്ല, ആർട്ടിക്കിൾ ചേർക്കാറില്ല. പക്ഷെ ആ പറയുന്ന രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെയോ പേര് വെച്ച് മറ്റൊരാളെയോ മറ്റൊരു വസ്തുവിനെയോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ആർട്ടിക്കിൾ ചേർക്കും. അതാദ്യം ശ്രദ്ധിച്ച് വയ്ക്കുക. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുമ്പോൾ സ്വിറ്റ്സർലൻഡ് എന്ന് പറയില്ല, ഒരു സ്വിറ്റ്സർലൻഡ് എന്നോ ഒരു ഇന്ത്യ എന്നോ പറയില്ല. ഇന്ത്യ ഈസ് എ കൺട്രി. അപ്പോൾ ഇന്ത്യ ഒരു രാജ്യം. ആ ഒരു രാജ്യത്തിനെ മാത്രം നമ്മൾ പറയുന്നു. അതിന് മുന്നിൽ എന്ത് ചേർക്കാറില്ല, ആർട്ടിക്കിൾ ചേർക്കാറില്ല. അതേസമയം നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇപ്പോൾ ഊട്ടി നമ്മുടെ കാശ്മീർ, നമ്മുടെ ഒരു കാശ്മീറാണ്. അങ്ങനെ നമ്മൾ എന്തെങ്കിലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്, ആർട്ടിക്കിൾ ചേർക്കേണ്ടത്. ഇവിടെ നമ്മൾ ഇത് തന്നെയാണ് പറയുന്നത്, ഇന്ത്യയുടെ സ്വിറ്റ്സർലൻഡാണ് കാശ്മീർ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും, ആർട്ടിക്കിൾ ചേർക്കും. കാശ്മീർ, അപ്പോൾ ഇവിടെ വരേണ്ടത് കാശ്മീർ ഈസ് ദ സ്വിറ്റ്സർലൻഡ് ഓഫ് ഇന്ത്യ. എന്തുകൊണ്ട് വരുന്നു, ഇവിടെ പ്രൈമറി റൂൾ തന്നെ നമുക്ക് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് പ്രോപ്പർ നൗണാണ്, ഒരു കോമൺ നൗണായിട്ട് വന്നിരിക്കുന്നത്. സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നൊരു രാജ്യത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് തന്നെ അത് പ്രോപ്പർ നൗണാണ്. അപ്പോൾ ആ പ്രോപ്പർ നൗണിനെ നമ്മൾ കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയേണ്ടത് ആണ്. അപ്പോൾ പഠിച്ചു വയ്ക്കുക, ഒരു പ്രോപ്പർ നൗണിനെ കമ്പാരിസന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ, കോമൺ നൗണായിട്ടോ മെറ്റഫറായിട്ടോ എടുക്കുമ്പോൾ നമ്മൾ അവിടെ ചേർക്കേണ്ടത് ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ആണ്. അപ്പോൾ ഈ സ്വിറ്റ്സർലൻഡിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലങ്ങളുടെ പേരിൽ രാജ്യത്തിൻ്റെ പേരിൻ്റെ മുമ്പിൽ എന്ത് ആവശ്യമില്ല, ആർട്ടിക്കിൾ ആവശ്യം ഇല്ല. പക്ഷേ ഈ സ്വിറ്റ്സർലൻഡ് യൂസ് ചെയ്തിരിക്കുന്നത് കമ്പയർ ചെയ്യാനാണ്. നമ്മുടെ കാശ്മീർ സ്വിറ്റ്സർലൻഡ് പോലെയാണെന്നുള്ളത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾസാണ്, കാളിദാസ് ഈസ് ദ ഷേക്സ്പിയർ ഓഫ് ഇന്ത്യ. കാളിദാസ് ഇന്ത്യയുടെ ഷേക്സ്പിയർ ആണ്. മുംബൈ ഈസ് ദ മാഞ്ചസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ ആണ് മുംബൈ എന്ന് പറയും. അപ്പോൾ വീണ്ടും ആലോചിക്കുക, നമ്മളൊരു പ്രോപ്പർ നൗൺ ഉപയോഗിച്ച് മറ്റൊരു വസ്തുവിനെയോ സ്ഥലത്തിനെയോ വ്യക്തിയോ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ കമ്പയർ ചെയ്യാൻ എടുക്കുന്ന സ്ഥലത്തിന് മുന്നിൽ അല്ലെങ്കിൽ വസ്തുവിന് മുന്നിൽ വ്യക്തിയുടെ മുന്നിൽ എന്താവശ്യമാണ്, എന്ന് പറയുന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആവശ്യമാണ്. ആർട്ടിക്കിൾ ആവശ്യമാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഗോൾഡ് ഈസ് ഡാഷ് പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് ഈസ് ഡാഷ് പ്രഷ്യസ് മെറ്റൽ. അപ്പോൾ ഗോൾഡിൻ്റെ ഒരു ക്വാളിറ്റിയാണ് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഗോൾഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രഷ്യസ് മെറ്റലാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, മൂല്യമായൊരു ലോഹമാണ് ഗോൾഡ്. അപ്പോൾ അവിടെ ആണോ, ആൻ ആണോ, ആണോ, അതോ അവിടെ ആർട്ടിക്കിളിൻ്റെ ആവശ്യം ഇല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ ആൻസർ എന്താണെന്ന്. അവിടുത്തെ ആൻസർ എന്താ, ആണ്. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ നൗൺസ് പറയുമ്പോഴത്തേക്കും സാധാരണ അവിടെ എന്ത് വരാറില്ല, ആർട്ടിക്കിൾസ് വരാറില്ല. മെറ്റീരിയൽ നൗൺസ് വരുമ്പോഴത്തേക്കും സാധാരണ അവിടെ എന്ത് വരാറില്ല, ആർട്ടിക്കിൾ വരാറില്ല. പക്ഷേ നമ്മൾ അതിനൊരു അഡ്ജക്റ്റീവ് വെച്ച് നമ്മുടെ പ്രഷ്യസ് മെറ്റൽ എന്ന് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ സ്പെസിഫൈ ചെയ്യുകയാണ്. അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത് കൊണ്ടാണ് ഗോൾഡ് ഈസ് പ്രഷ്യസ് മെറ്റൽ എന്ന് വന്നത്. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്നത്, അപ്പോൾ ഗോൾഡ് എന്നോ ഗോൾഡ് എന്നോ ആൻ ഗോൾഡ് എന്നോ ചേർക്കേണ്ട ആവശ്യം ഇല്ലാത്തതാണ് മെറ്റൽസ് എന്ന് അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു പ്രഷ്യസ് മെറ്റലും കൂടി ആഡ് ചെയ്തു, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തു.
അതുകൊണ്ടാണ് ആ പ്രഷ്യസ് മെറ്റലിന് മുന്നിൽ എ വന്നത്. ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ. ഗോൾഡ് എന്ന് പറയുന്നത് ഒരു അമൂല്യമായ മെറ്റലാണ്, ലോഹമാണ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നമുക്ക് അതേപോലത്തെ എക്സാമ്പിൾസ് ആണ്. ഗോൾഡ് ഈസ് ഹെവി. അവിടെ ശരിക്കും എന്ത് വേണ്ട, ആർട്ടിക്കിളിൻ്റെ ആവശ്യം ഇല്ല. ഗോൾഡ് ഈസ് എ ഹെവി എന്ന് പറയേണ്ട, അത് നമ്മുടെ അവിടെ അഡ്ജക്റ്റീവായിട്ട് യൂസ് ചെയ്ത് അഡ്ജക്റ്റീവ് ഫ്രേസ് അവിടെ വരുന്നില്ല. അപ്പോൾ ഗോൾഡ് ഈസ് ഹെവി, അതിന് വെയിറ്റ് ഉണ്ട് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അതേസമയം ഗോൾഡ് ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ എന്ന് പറഞ്ഞാലോ, ഗോൾഡ് ഈസ് എ യൂസ്ഫുൾ മെറ്റൽ എന്ന് തന്നെ പറയണം. വീണ്ടും അവിടെ മറ്റൊരു ചോദ്യം കൂടി ഒളിഞ്ഞു കിടപ്പുണ്ട്. യൂസ്ഫുളിന് മുന്നിൽ എങ്ങനെ എന്ത് വന്നു, എ വന്നു. യു, നമ്മൾ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സിറ്റി, യൂണിയൻ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവിടെ എ വന്നത്. ആൻ ഉപയോഗിക്കരുത്. ഗോൾഡ് ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഇത്ര ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ മോർ ദേ ഗെറ്റ് ഡാഷ് മോർ ദേ വാണ്ട്. The more they get dash more they want. A and the no article. ഇവിടെ എന്താ നമുക്ക് പറയുന്നത്, കിട്ടുന്നതോറും വീണ്ടും വീണ്ടും കിട്ടണമെന്ന് നമുക്ക് തോന്നില്ല. അതിനെയാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ. ഇവിടെ നമ്മുടെ ആൻസർ ദ ആണ്. നമ്മളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ദ മോർ ദേ ഗെറ്റ് ദ മോർ ദേ വാണ്ട്. ഇവിടെ 2 കമ്പാരിറ്റീവ് ഡിഗ്രീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മോർ അവിടെ എന്താണ്, നമ്മൾ മോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വേരിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ എന്ത് കാണിക്കണം, ദ എന്ന് പറയുന്നത് ബോത്ത് 2 കമ്പാരിറ്റീവ്സിന് തുടക്കത്തിൽ ഉപയോഗിച്ചു. ദ മോർ എന്ന് പറയുന്നത് തുടക്കത്തിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അടുത്തതിലും കൂടെ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടുത്തെ റൂള്. അടുത്ത മോറിൻ്റെ കൂടെ. അപ്പോൾ ആദ്യത്തെ പറഞ്ഞു ദ മോർ ദേ ഗെറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദ മോറിന് മുന്നേ ദ ചേർത്തു. അപ്പോൾ അടുത്ത മോറിന് മുന്നേ എന്ത് വേണം, ദ വേണം. അങ്ങനെയാണെങ്കിൽ അത് സ്കെയിലിംഗ് എന്നല്ലെങ്കിൽ അത് രണ്ടും ഒരു ഹാർമണിയിൽ പോവുള്ളൂ. അതുകൊണ്ടാണ് നമ്മളവിടെ ദ എന്ന് പറയുന്നത്. അതുപോലത്തെ വരുന്ന എക്സാമ്പിൾസ് ആണ് നമ്മുടെ PSCക്ക് സ്ഥിരം ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ദ ഹയർ യു ഗോ ദ കൂളർ ഇറ്റ് ഈസ്. ദ ഹയർ യു ഗോ ദ കൂളർ ഇറ്റ് ഈസ്. അപ്പോൾ നമ്മൾ ഹയർ, കൂളർ, ഈ ER വരുന്നതൊക്കെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി, നമുക്ക് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം. ER വരുന്നതൊക്കെ നമ്മുടെ സെക്കൻഡ് ഡിഗ്രി കമ്പാരിസണിൽ വരുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഒക്കെ ദ ആണ് വരുന്നത്. അത് 2 പ്രാവശ്യം ഈ പറഞ്ഞ ഡിഗ്രീസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, 2 പ്രാവശ്യം ഈ പറഞ്ഞ സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ കമ്പാരിസൺ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്ത് വരുന്നെങ്കിൽ ആദ്യത്തിൻ്റെ മുന്നിൽ നമ്മുടെ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് തന്നെ അടുത്തതിലും കൊടുക്കുക. ദ സൂണർ യു സ്റ്റാർട്ട് ദ ഏർലിയർ യു ഫിനിഷ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കുകയും ചെയ്യും. ഇത് ശരിക്കും പറയാം ഇങ്ങനെയുള്ള ഫ്രേസസിനൂടെ, ഇങ്ങനെയുള്ള ചൊല്ലുകൾ പോലെ പറയുന്നതിൻ്റെ കൂടിയാണ് ഈ പറയുന്നത് ഇത് വരുന്നത്. അത് നോക്കി വയ്ക്കുക. നമ്മളിപ്പോൾ 2 പറഞ്ഞു. ദ ഹയർ യു ഗോ ദ കൂളർ ഇറ്റ് ഈസ്. ദ സൂണർ യു സ്റ്റാർട്ട് ദ ഏർലിയർ യു ഫിനിഷ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അടുത്ത PYQs ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് PYQs ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി കുറച്ച് 1-2 റൂൾസും കൂടിയുണ്ട്, അതും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നു എന്ന് തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.